നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഹരിത കേരള മിഷന്റെയും സുസ്ഥിര തൃത്താല പദ്ധതിയുടെയും പ്രഥമ പരിഗണനാ പദ്ധതികളിലൊന്നായ ദേവഹരിതം പദ്ധതിക്ക് ആനക്കര പഞ്ചായത്തിൽ തുടക്കമായി. പെരുമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് വൃക്ഷത്തൈ നട്ട് തുടക്കം കുറിച്ചു. എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, അല്ല മിനിസ്റ്ററെ, ഈ മീറ്റിംഗും സെമിനാറും ശില്പശാലയെല്ലാം പലരും നടക്കും എന്ന് ചോദിച്ചു വരുന്നുണ്ട്. 4 കൊല്ലത്തെ സുസ്ഥിര തൃത്താലയുടെ പ്രവർത്തനങ്ങളുടെ ഫലം എന്താണ്? ഭൂഗർഭ ജലവിധാനം 82 സെന്റിമീറ്റർ നമുക്ക് ഉയർത്താൻ പറ്റും. തൃത്താല കേരളത്തിലെ ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴ്ന്ന സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലായി. അവിടുന്ന് 82 സെന്റിമീറ്റർ ഉയർത്തി. എങ്ങനെ ഉയർത്തിയത്? നമ്മൾ ഈ 4 കൊല്ലം കൊണ്ട് 110 കാർഷിക കുളങ്ങൾ ഉണ്ടാക്കി. 10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 3 മീറ്റർ ആഴമുള്ള കുളം. ഒരു കുളത്തിൽ ഒരു മഴയിൽ 300 ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാം. 110 കുളത്തിൽ എത്ര വെള്ളം നോക്കിയാൽ 110 കുളത്തിന് പുറമെ 64 ഉള്ള കുളങ്ങൾ നവീകരിച്ചു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദ് പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ നീരജ രാംദാസ് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മി സ്വാഗതവും ക്ഷേത്രം ചെയർമാൻ ദാസൻ നന്ദിയും പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, ഭൂഗർഭ ജലശോഷണം എന്നിവയ്ക്ക് പരിഹാരമായും പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനായും ദേവാലയങ്ങളിൽ ചെറുവനങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് ദേവഹരിതം പച്ചത്തുരുത്തുകൾ. പ്രധാനമായും നക്ഷത്രമരങ്ങൾ, വേരുകളിൽ ജലസംഭരണ ശേഷിയുള്ള കുളവെട്ടിമരങ്ങൾ എന്നിവയാണ് നട്ടത്. സെന്റ് തോമസ് കോളേജ് തൃശൂരിന്റെയും സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും സഹകരണത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുളവെട്ടിമരങ്ങളും ഇവിടെ നട്ട് സംരക്ഷിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ സാധ്യമായ എല്ലാ ആരാധനാലയങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ബഹുജനങ്ങളുടെയും പിന്തുണയോടെ പദ്ധതി സ്ഥലലഭ്യതയ്ക്കനുസരിച്ച് നടപ്പിലാക്കാനാണ് ഹരിത കേരള മിഷൻ ഉദ്ദേശിക്കുന്നത്. കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. ഇതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ 27 ഷട്ടറുകളിൽ 23 ഷട്ടറുകൾ ഉയർത്തി. നിലവിൽ 3.5 മീറ്ററാണ് തടയണയുടെ പരമാവധി സംഭരണശേഷി. തിങ്കളാഴ്ച രാവിലെ ജലനിരപ്പ് 3.5 മീറ്ററിനടുത്തെത്തിയതോടെ ആദ്യഘട്ടമായി 4 ഷട്ടറുകളാണ് ഉയർത്തിയത്. പിന്നീട് ഉച്ചയോടെ ഭൂരിഭാഗം ഷട്ടറുകളും ഘട്ടം ഘട്ടമായി തുറക്കുകയായിരുന്നു. ഷട്ടറുകൾ തുറന്നതോടെ തടയണയുടെ പടിഞ്ഞാറ് വശത്തും അതിശക്തമായ കുത്തൊഴുക്കാണ് ഉള്ളത്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പി ഒരുങ്ങി. ഈ മാസം 22 മുതൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഒക്ടോബർ 22 മുതൽ 24 വരെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചുമാണ് മേള നടക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തിപരിചയ മേളയും IT മേളയുമാണ് നടക്കുക. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി 4000-ലധികം പ്രതിഭകളാണ് മേളയിൽ മാറ്റുരയ്ക്കുക. നമുക്കറിയാം, ഇന്ന് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും അതിൻ്റെ ഉത്ഭവം തന്നെ കുഞ്ഞു ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള കുട്ടികളിലുള്ള ശാസ്ത്രപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത്തരം ശാസ്ത്രമേളകൾ ഉപകാരപ്പെടുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏകദേശം 3854ഓളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് മത്സരാടിസ്ഥാനത്തിൽ തന്നെ ഉള്ള ഈ ശാസ്ത്രോത്സവം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ആദ്യമേ പ്രതീക്ഷിക്കുകയാണ്. ഇതിലെ വിപുലമായ പരിപാടികളാണ് ഇതിൻ്റെ എല്ലാ കമ്മിറ്റികളും ഏറ്റെടുത്തിട്ടുള്ളത്. പ്രചാരണ കമ്മിറ്റി, അതുപോലെ തന്നെ മറ്റ് മേഖലയിലെ എല്ലാ കമ്മിറ്റികളും വിവിധ നല്ല അച്ചടക്കത്തോടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഇതിന് ഈ ശാസ്ത്രോത്സവം വളരെ ഗംഭീരമാക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും. രാവിലെ 9:30 മത്സരം ആരംഭിച്ച് 12:30 സമാപിക്കും. 12:30 മുതൽ 1:30 വരെ മൂല്യനിർണ്ണയവും തുടർന്ന് പ്രദർശനവുമാണ്. ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവമാണ് ഒക്ടോബർ 22, 23, 24 തീയതികളിൽ. അതിൽ പ്രധാന വേദി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാമ്പിയാണ്. പിന്നെ GUP സ്കൂൾ പട്ടാമ്പി കൂടി ചേർന്നുകൊണ്ടാണ് ഈ വെന്യൂ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 3854, അതായത് 4000-ഓളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ 4000-ഓളം കുട്ടികളും അതുപോലെ തന്നെ ജഡ്ജസും പിന്നെ അധ്യാപകരും മറ്റെല്ലാവരും കൂടി ഏതാണ്ട് ഒരു 8000-നടുത്ത് കുട്ടികളും എല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഒരു വിപുലമായിട്ടുള്ള ഒരു റവന്യൂ ശാസ്ത്ര മേളയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ തയ്യാറെടുപ്പുകൾ ഒക്കെ ഏതാണ്ട് നടന്നു വരുന്നു. മാത്സ്, പ്രവൃത്തി പരിചയം, സാമൂഹ്യശാസ്ത്രം, ശാസ്ത്രം, IT ഇങ്ങനെയുള്ള 5 മേഖലകളിലായിട്ടാണ്
ഈ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത്. അതിൽ GHS പട്ടാമ്പി മാത്സ് SS IT വിഭാഗം ഏതാണ്ട് 1029 കുട്ടികളാണ് ഉള്ളത്. അതിൽ 2500ഓളം പേരാണ് മൊത്തം ആ ദിവസം പങ്കെടുക്കുക, അധ്യാപകരൊക്കെ കൂടി ചേർന്നുകൊണ്ട്. അതുപോലെ തന്നെ 23-ാം തീയതി വർക്ക് എക്സ്പീരിയൻസ് SS IT മേഖലകളിലാണ്. 22-ന് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിക്കും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കും. 24-ന് മേള സമാപിക്കും. സമാപന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അധ്യക്ഷത വഹിക്കും. മറ്റു MLA മാർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഹസിൻ MLA ആണ് ഉദ്ഘാടന കർമ്മം വഹിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന MLA മാരായിട്ടുള്ള മമ്മിക്കുട്ടി, അതുപോലെ ഷംസുദ്ദീൻ എന്നിവർ ഇതിൽ പങ്കെടുക്കും. അതുപോലെ ശാസ്ത്രരംഗത്ത് ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള VS വിധുനന്ദൻ എന്ന് പറയുന്ന ISROയിലെ ലിറ്റിൽ സയന്റിസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ കുട്ടി ഇതിൽ മുഖ്യാതിഥിയായിട്ട് ഇവിടെ കൂടെ പങ്കെടുക്കും. ഒരു ശാസ്ത്ര പുസ്തക രചയിതാവ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പാലിറ്റിയിലെ മെമ്പർമാർ, അതുപോലെ ഉദ്യോഗസ്ഥ പ്രമുഖരായിട്ടുള്ള ആളുകൾ, സംഘടനാ പ്രതിനിധികൾ, PTA SMC അതിൻ്റെ ഭാരവാഹികളെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതിന് സമാപന സമ്മേളനം നടക്കുന്നത് 24-ാം തീയതിയാണ് വൈകുന്നേരം. അതിൻ്റെ നമ്മുടെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠന്റെ അധ്യക്ഷതയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MP VK ശ്രീകണ്ഠൻ അവറുകളാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി AEO KT സുമതി, മറ്റു ഭാരവാഹികളായ ശ്രീദാസ്, K വിജയൻ, ബാലകൃഷ്ണൻ, MN വിനോദ്, നസീർ ഹുസൈൻ, സതീഷ് മോൻ, റസാഖ്, സാദത്ത് ഷമീൽ, സത്താർ, M പ്രശാന്ത്, അബ്ബാസ് കളത്തിൽ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കേരള പ്രവാസി സംഘം പട്ടാമ്പി ഏരിയ സമ്മേളനം മുതുതല കൊടുമുണ്ടയിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘത്തിന്റെ പട്ടാമ്പി ഏരിയ സമ്മേളനം കൊടുമുണ്ട ബാബു തോട്ടത്തിൽ വെച്ചാണ് നടത്തിയത്. ഏരിയ പ്രസിഡന്റ് MP വിജയകുമാർ പതാക ഉയർത്തിയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിലെ ഏരിയ സമ്മേളനങ്ങൾ 2-3 ദിവസം കൊണ്ട് സമാപിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 28-നാണ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിലേക്ക് നാം പ്രവേശിക്കുക. ഈ ഒരു കാലഘട്ടം നമുക്കെല്ലാം അറിയുന്നത് പോലെ പ്രവാസം സങ്കീർണതകളിലൂടെ കടന്നു പോകുന്ന കാലമാണ്. ഈ കാലത്ത് നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോഴുണ്ടായിരുന്ന പ്രത്യേകത, കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ധാരാളം പ്രവാസികൾ വിവിധ മേഖലക്കകത്ത് പ്രവർത്തിച്ച അനുഭവമുള്ളവരെല്ലാം നമ്മുടെ സംഘടനയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് എല്ലാ സമ്മേളനങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ലോകത്ത് ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ വലിയ വെല്ലുവിളികൾ പ്രവാസം നേരിടുകയാണ്. കുടിയേറ്റ നിയമങ്ങൾ പല രീതിയിൽ ഓരോ രാജ്യങ്ങളും നടപ്പിലാക്കുമ്പോൾ അന്നം തേടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചേക്കേറുന്ന മനുഷ്യനെ സംബന്ധിച്ച് വലിയ ആശങ്കയും പ്രതിസന്ധിയും ഉണ്ടാക്കുക. ലോകത്ത് നിലവിലുള്ള സ്ഥിതി വെച്ചുകൊണ്ട് പ്രവാസം തന്നെ വലിയ ആശങ്കയിലാണ്. സമാധാനം നഷ്ടപ്പെടുകയാണ്. തൻ്റെ വീട് വിട്ട് കൂട് വിട്ടുകൊണ്ട് മറ്റൊരു കൂട്ടിലേക്ക് ചേക്കേറും. PM ഉഷ, ജലി, MA നാസർ, T ഗോപാലകൃഷ്ണൻ, പത്മനാഭൻ, യാഹു, റിയാസ് കൊടുമുണ്ട, VP അബ്ദുറസാഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ CPM നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ കാൽനട പ്രചാരണ ജാഥ സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന വിശദീകരണ യോഗം ഞായറാഴ്ച ചാലിശ്ശേരി ആലിക്കരയിൽ മുൻ MLA TP കുഞ്ഞുണ്ണിയാണ് ഉദ്ഘാടനം ചെയ്തത്. TM കുഞ്ഞുകുട്ടൻ ജാഥ ക്യാപ്റ്റനും ആനി വിനു വൈസ് ക്യാപ്റ്റനും KR വിജയമ്മ മാനേജരുമായി നയിച്ച ജാഥയ്ക്ക് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി. തിങ്കളാഴ്ച കുന്നത്തേരിയിൽ നിന്നും ആരംഭിച്ച ജാഥ വാർഡ് മെമ്പർ ശിവാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി വൈകിട്ട് 5:30 ചാലിശ്ശേരി സെന്ററിൽ നടന്ന സമാപന ചടങ്ങ് പുകസ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും.
ഞങ്ങൾ ഈ ജാഥ നയിക്കുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 15 വർഷക്കാലത്തെ ദുർഭരണത്തിന് എതിരായി അത് ജനങ്ങളിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ 9.5 വർഷം ഈ സംസ്ഥാനം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയുടെ കഴിഞ്ഞ 9.5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഒരു ഉദ്ദേശമാണ്. അപ്പം അത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച സഖാവോട് സംസാരിച്ചിട്ടുണ്ടാവും. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 9.5 വർഷമായി ഈ തൃത്താല നിയോജക മണ്ഡലത്തിലും കേരളത്തിലും ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാക്ഷേപവും കൂടാതെ പ്രതിപക്ഷത്തിന് പോലും ഒരു വിമർശനത്തിന് ഇടയില്ലാത്ത വിധം ഉള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും ഒരു വികസനത്തെക്കുറിച്ച് പറയാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതിയെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും MLA കുറിച്ചോ മന്ത്രിമാരെ കുറിച്ചോ ആക്ഷേപം പറയാനോ ഒന്നും പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾക്കായി നടത്തി വന്നിരുന്ന ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധ ക്ലാസുകൾക്ക് സമാപനമായി. മോഡൽ പരീക്ഷയോടുകൂടിയാണ് ക്ലാസുകൾ സമാപിച്ചത്. സമാപന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ SSLC, +1, +2 സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയായ ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധയുടെ ക്ലാസുകൾക്കാണ് സമാപനം കുറിച്ചത്. കഴിഞ്ഞ 2.5 മാസക്കാലമായി എല്ലാ ഞായറാഴ്ചകളിലും പട്ടാമ്പി കോളേജിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ എൻട്രൻസ് ക്ലാസുകളിൽ ഏകദേശം 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. അവസാന ദിവസമായ കഴിഞ്ഞ ദിവസം മോഡൽ പരീക്ഷയിലും വിദ്യാർത്ഥികളുടെ സജീവ സാന്നിധ്യം രേഖപ്പെടുത്തി. പരീക്ഷയ്ക്ക് ശേഷം മുഹമ്മദ് മുഹസിൻ MLA വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുകയും ക്ലാസുകളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നോക്കുന്ന രീതിയിൽ ഒരു മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലേ? അതായിരിക്കില്ലേ കുറച്ചും കൂടെ നന്നാവുക. ഒപ്പം തന്നെ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിലോ ബാക്കി ക്ലാസ്സുകൾ, അത്യാവശ്യം വേണ്ട ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ ബില്ലിംഗ് ആവും. നിങ്ങൾ റെഡിയാണോ? സാറ്റർഡേ സൺഡേസിൽ വേണമെങ്കിൽ കുറച്ച് സമയം നമുക്ക്, സാറ്റർഡേ അല്ല സൺഡേസിൽ അല്ലേ, ഓൺലൈനായിട്ട് കൂടി നമുക്കൊരു ഇത് നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു എക്സാം അടുപ്പിച്ച് വേണമെങ്കിൽ കുറച്ച് ദിവസം വേണമെങ്കിൽ അല്ലാത്ത ലൈവ് ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അത് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകളെ മെസോൺ തന്നെ ഏറ്റെടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് റിസൾട്ട് വന്നാൽ അതിന്റെ അനുസരിച്ച് ചെയ്യും. പക്ഷെ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ മാർക്ക് കൂടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളൊന്നും നേരത്തെ എൻട്രൻസ് എഴുതി നോക്കിയവരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനിയും ഇംപ്രൂവ് ചെയ്യാനും. പക്ഷെ എനിക്ക് തോന്നുന്നു മാർക്കുകൾ അതാത് കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മളെ ലെവൽ എവിടെയാണ്, എവിടെ നിന്നാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് പോസിറ്റീവായിട്ട് എടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായിരുന്നാലും എല്ലാവരും ഇനി എൻട്രൻസ് കിട്ടുന്നാൽ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം. ക്ലാസുകൾ പഠനത്തിന് ഏറെ പ്രയോജനകരമായ അനുഭവമായിരുന്നുവെന്ന് വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. സമാപന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രദ്ധ കൺവീനർ ആസിഫ് KP അധ്യക്ഷനായിരുന്നു. ശ്രദ്ധ കൗൺസിൽ അംഗം ഗിരീഷ്, മൈസോൺ ഗ്ലോബൽ ജനറൽ മാനേജർ K. റിയാസ്, മൈസോൺ പട്ടാമ്പി ബ്രാഞ്ച് ഹെഡ് ജംഷി, ശ്രദ്ധ കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ് M, ശ്രദ്ധ കൗൺസിൽ അംഗം ഹാഷിബ് P തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പെരിങ്ങന്നൂർ സദാശിവ മാധവ സേവാ ട്രസ്റ്റ്, ബാലസദനം എന്നിവയുടെ വാർഷികാഘോഷം സിനിമാ താരം നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ അഡ്വക്കേറ്റ് K. പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെക്രട്ടറി K. അരവിന്ദാക്ഷൻ റിപ്പോർട്ട് അവതരണം നടത്തി. ഗൗതമി പ്രശാന്ത് വിശിഷ്ടാതിഥികളെ ആദരിച്ചു. സത്യഭാമ ടീച്ചർ, ഇട്ടോണം ALP സ്കൂൾ ഹെഡ് മാസ്റ്റർ ഹരിനാരായണൻ, വാർഡ് മെമ്പർ സുമയ്യ അബ്ബാസ്, ജില്ലാ സേവാ പ്രമുഖ് R. രാജീവ്, സേവാഭാരതി പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് PT ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് ട്രഷറർ M. സുരേഷ് സ്വാഗതവും ട്രസ്റ്റ് അംഗം K. വേണുഗോപാൽ നന്ദിയും പറഞ്ഞു. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി.
SYS പട്ടാമ്പി സോണിന്റെ ആഭിമുഖ്യത്തിൽ വല്ലപ്പുഴയിൽ സ്നേഹലോകം പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ പ്രൊഫസർ CP ചിത്രഭാനു മുഖ്യാതിഥിയായി. തിരുവസന്തം 1500 എന്ന തലക്കെട്ടിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ 130 സോൺ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടിയുടെ പട്ടാമ്പി സോൺ പ്രോഗ്രാം വല്ലപ്പുഴ യാറം സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിലാണ് നടന്നത്. കേരള മുസ്ലിം ജമാഅത്തെ പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സാദി വല്ലപ്പുഴ പതാക ഉയർത്തിയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്നേഹത്തിന്റെ മധുരം, മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം, പ്രവാചകന്റെ കർമ്മഭൂമി, സ്നേഹ സന്ദേശം തുടങ്ങിയ സെഷനുകളിൽ PC സിദ്ദീഖ് സക്കാഫി അരിയൂർ, അബ്ദുൽ ജലീൽ സക്കാഫി കടലുണ്ടി, ഇബ്രാഹിം സക്കാഫി താത്തൂർ, റഷീദ് നരിക്കോട്ടെ, ഉമ്മർ ഓങ്ങല്ലൂർ, സെയ്തൽവി പുതുക്കാട്, MV സിദ്ദീഖ് സക്കാഫി ഒറ്റപ്പാലം തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. മലയാളം സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ CP ചിത്രഭാനു മുഖ്യാതിഥിയായി. സോൺ പരിധിയിലെ 6 സർക്കിളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 300-ലധികം സ്ഥിരം അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.